ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് സൗണ്ടിൽ പറയാം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് പാർട്ട് 8ാമത്തെ ഭാഗമാണ്. പാർട്ട് 7 കണ്ടവർക്കാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാർട്ട് 8ാം ഭാഗമായിട്ട് തന്നെ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് കഴിഞ്ഞ പാർട്ട് 7 അവസാനം നമ്മൾ നിർത്തിയത് ഇമെയിലൊക്കെ കണ്ടു. അപ്പം എൻ്റെ കൂട്ടുകാരിയുടെ പേര് ഞാനൊരു സാങ്കല്പിക നെയിം കൊടുക്കാൻ പോവാണ്. വീണ എന്ന് പറയുന്നു. വീണ എന്നതും രാജേഷ് എന്ന് 2 പേരുകളും. അല്ലെങ്കിൽ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരും പറയാൻ. ശരി, പേര് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പറയണത് തന്നെ മറ്റുള്ളവരുടെ ഒന്നുകൂടെയും ലൈഫിനൊന്ന് സെക്യൂർ എടുക്കാൻ വേണ്ടി. കാരണം ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇത് ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിടെ ലൈഫിലും ഓരോ കാര്യങ്ങളും പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് മുൻകരുതലെടുക്കാം. ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കേട്ടല്ലോ, അപ്പം ഇതുപോലെയൊക്കെ ആണോ? പ്രത്യേകിച്ച് സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇങ്ങനെ പറ്റുന്നത്. ഫസ്റ്റ് മാരേജിലും പറ്റുന്ന ആൾക്കാരുണ്ട്, പറ്റിക്കും ഓഫ് കോഴ്സ്. അപ്പം കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതുപോലെ നുണ പറഞ്ഞ് നമ്മളെ നുണ പറഞ്ഞ ഒരാൾ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു പഴുതെങ്കിലും ദൈവം അത് ഇട്ടേക്കും നമുക്കത് കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ ഈ കള്ളന്മാർ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് പോലീസ് എൻക്വയറി വരയ്ക്കുമ്പോൾ എല്ലാം നശിപ്പിച്ചിട്ടാണ് പോണേ. പക്ഷേ ഒരു തുമ്പ് അവിടെ ഉണ്ടാവും, ശേഷിപ്പിച്ചിട്ടുണ്ടാവും. ആ തുമ്പിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ കള്ളത്തരം പറഞ്ഞ കല്യാണമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാര്യ എന്നൊരു വ്യക്തി ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ കണ്ടെത്തി കഴിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കണം. അത് സ്വയം കണ്ടെത്തണമല്ല, ദൈവമായിട്ടൊരു വഴി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഇമെയിലിലൂടെ അങ്ങനെ കണ്ണോടിച്ച് ഇമെയിൽ പോകുമ്പോൾ ഇദ്ദേഹം വേറെയും കല്യാണം കഴിച്ചേക്കുന്നു. അത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാമെന്നുള്ളൂ അല്ലേ, വീണ്ടും പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ പക്ഷെ അതൊന്നും അപ്പോൾ അവരൊന്നും തമ്മിൽ ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല. എന്നിട്ട് ആ ഇമെയിലിൽ കണ്ടു നോക്കിയപ്പോൾ വേറൊരു ആഫ്രിക്കക്കാരിനെ കല്യാണം കഴിച്ചു, അദ്ദേഹത്തിനോട് ജീവിച്ചു, അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കി വിട്ടു. ആ കാര്യങ്ങളൊന്നും കൂടുതൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെയോ കേസ് കൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കി വിട്ടു. അപ്പോൾ ആ കാര്യം ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പുതിയ കൃഷ്ണനോട് പറയുന്നതാണ് ഈ മെയിലിൽ. അങ്ങനെയാണ് ആ മെയിലിലൂടെ. അപ്പോൾ ആ മെയിലിൽ ഇദ്ദേഹം എന്തൊക്കെ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അയാൾ എന്തൊക്കെ അസുഖമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അസുഖത്തിന് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നീയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പുതിയൊരു ക്രഷായ കുട്ടിക്ക് ഡൈവോഴ്സ് ചെയ്ത് കുഞ്ഞായിട്ട് നിൽക്കണതാണ് ആ ലേഡി. അങ്ങനെ അപ്പോൾ ആ ലേഡിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പറയണേ. ആ ലേഡിയുടെ കാര്യങ്ങളെല്ലാം അവരിങ്ങളിൽ സംസാരിച്ച് ഒരു കൂട്ടൊക്കെ ആയി. അപ്പോഴാണ് അപ്പം എത്ര കല്യാണമായി? ഒരെണ്ണം കഴിഞ്ഞു. രണ്ടാമത്തെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹം ഇത് ചെയ്യണമാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 ആയിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത്. അതിനുശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മെയിലിൽ തന്നെ ഇദ്ദേഹം പറയണു ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വേറൊരു കല്യാണം അദ്ദേഹത്തിന് ആലോചിക്കുന്നു. അത് കുട്ടികളില്ലാത്ത ആളെയാണ് നോക്കണേ. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം വേറൊരാളെ കെട്ടിക്കഴിഞ്ഞപ്പം അയാൾ താമസിച്ചു. കെട്ടി കഴിഞ്ഞപ്പോൾ ആ കെട്ടിയ ആൾക്ക് അസുഖം, ഡിപ്രഷൻ, പ്രോബ്ലംസ്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റണില്ല. അതിനുശേഷം അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ഇദ്ദേഹം അവരായിട്ട് അത്രയ്ക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഇദ്ദേഹം എഴുതിയേക്കാണ്. പിന്നെ ഇദ്ദേഹം വീണ്ടും ഈ ക്രഷായ ആളോട് വീണ്ടും പറയാണ്, എൻ്റെ വൈഫിന് ഇങ്ങനെയുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് പറ്റണില്ല. വീണ്ടും ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ നോക്കണം. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ഇദ്ദേഹം വേറൊരു ഗൾഫ് രാജ്യത്ത് ജോലിക്ക് പോയി അവിടെ നിന്നതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചാൾ നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം കുറച്ചാൾ നാട്ടിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം വേറൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോയി. വേറൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോയി, ഗൾഫ് കൺട്രി അവിടെ നിന്നപ്പം അദ്ദേഹത്തിൻ്റെ ആ പീരീഡിനിടയിൽ ഇദ്ദേഹത്തിന് വീട്ടുകാർ ഉറപ്പിച്ച് കല്യാണം കഴിച്ച ആ ലേഡിയിൽ അദ്ദേഹത്തിന് അപ്പോൾ ഈ ആഫ്രിക്കക്കാരിനെ കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു. ആ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ആഫ്രിക്കക്കാരിനെ ഒഴിവാക്കി ഇട്ടതിന് ശേഷം രണ്ടാമത് വേറെ ആളെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് അതിനകത്ത് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അദ്ദേഹം കുഞ്ഞുമായിട്ട് കുറച്ച് നാൾ അവർ ഗൾഫ് കൺട്രിയിൽ ഒരു സ്ഥലത്ത് ജീവിച്ചു കുറച്ച് നാൾ. അതിനുശേഷം അവിടെ ഇതുപോലെ അവരെ നല്ല ഉപദ്രവവും അടിയും
ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് ആ സ്ത്രീ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഇടപെട്ട കല്യാണമായതുകൊണ്ടും അവർക്ക് ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റി അവിടെ താമസിക്കുന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന കൊളീഗായിട്ടുള്ള കണക്ഷൻ വരുന്നത്. അങ്ങനെ ഇതെല്ലാം ഈ മെയിലിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. കണക്ഷൻ വരുന്നു. കണക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ നമ്മൾ ഹസ്ബൻഡ് വൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലത്തെ റിലേഷൻഷിപ്പാണ്. അതാരും അറിയാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരും അറിയത്തില്ലായിരുന്നു. ഈ മെയിൽ കണ്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെ മണ്ണടിഞ്ഞ് പോയേനെ. പക്ഷെ ദൈവം അത് വച്ചിരുന്നല്ലോ. എന്നിട്ട് അപ്പോൾ ഈ സ്ത്രീ ഈ മറ്റേ ഫ്രണ്ട് ഒപ്പം ജോലി ചെയ്യുന്ന കൊളീഗ് അടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, ഇദ്ദേഹം വേറെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി മറ്റേ ആളുടെ ഭർത്താവ് നാട്ടിലായിരുന്നു, ഭർത്താവ് കൂടി പുള്ളിക്കാരുടെ അടുത്തേക്ക് വരാൻ പോവാണ്, ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. അപ്പം പിന്നെ ഇദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും, ഇദ്ദേഹത്തിന് ഒരു ആൾ കൂട്ട് വേണം. മറ്റേ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോയി, അവരിഞ്ഞ് ഇങ്ങോട്ട് വരില്ല എന്ന് എന്തൊക്കെയോ പറയണു. അങ്ങനെയായിരിക്കാം. എന്തായാലും അവർ വന്നില്ല. അപ്പോൾ ഇദ്ദേഹം മാട്രിമോണി കൊടുത്തു. ഇപ്പോൾ നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നമ്മളെങ്ങനെ 6 മിനിറ്റായി നമ്മളെങ്ങനെ ഇതിൽ നിന്ന് ഈ കഥ എങ്ങനെ അവസാനിച്ചതിന് ശേഷം അതിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി എങ്ങനെ രക്ഷപ്പെട്ടു, അതാണ് ഇനി കേൾക്കാനുള്ളത്. അപ്പം നാളെയും കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് രണ്ട് ദിവസത്തെ കഥകളും കൂടിയാകുമ്പോൾ ലൈഫ് സ്റ്റോറിയുടെ എൻ്റെ എത്തും. പിന്നെ ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ റിക്കവറായി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ജീവനോടെ ആ കുട്ടി ഇരിക്കണേ എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെ അതിൽ നിന്ന് റിക്കവറായി മനസ്സ് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റി ഈ വേദനകളിലൂടെ പോകുമ്പോൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി ആ കഥയുടെ ഇത് പോകും. പിന്നെ റിക്കവർ ആവാൻ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ പറയാൻ പോണത്. അപ്പോൾ ശരിക്കും വരും ഭാഗങ്ങൾ നന്നായിട്ട് കാണണം, ഇത്രയും സിറ്റുവേഷനിലൂടെ പോയിട്ടും എങ്ങനെ പിടിച്ചു നിന്നുള്ളത്. അങ്ങനെ മാട്രിമോണി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോഴാണ് നമ്മുടെ കഥാപാത്രമായ വീണ എന്ന് പറഞ്ഞ വ്യക്തിയുമായി കണ്ടുമുട്ടുന്നത്. അപ്പോൾ 7 മിനിറ്റായി. അപ്പോൾ നാളെ പറയാൻ പോകുന്നത് വീണയെ കണ്ടുമുട്ടി, മാട്രിമോണി വഴി വീണയെ കണ്ടുമുട്ടിയ കഥയാണ് കേട്ടോ. അപ്പോൾ നാളെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.